സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ഹൈക്കോടതി നേരിൽ കണ്ടു. നിർമ്മാതാക്കളുടെ ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസ് എൻ നഗരേഷാണ് പടമുകൾ കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിൽ എത്തി സിനിമ കണ്ടത്. ഈ മാസം 9-നാണ് കോടതി ഹർജി പരിഗണിക്കുക. രാവിലെ 10 മണിയോടെയായിരുന്നു ജസ്റ്റിസ് എൻ നഗരേഷ് സിനിമ നേരിൽ കണ്ട് പരിശോധിക്കുന്നതിനായി പടമുകൾ കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിലെത്തിയത്. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ ജഡ്ജി പൂർണ്ണമായും കണ്ടു. ദൈവത്തിന് അപകീർത്തികരമായതോ വംശീയ അധിക്ഷേപമുള്ളതോ ആയ യാതൊന്നും സിനിമയിലില്ലെന്ന് സിനിമ കണ്ടാൽ കോടതിക്ക് ബോധ്യപ്പെടുമെന്ന് ഹർജിക്കാർ നേരത്തെ വാദത്തിനിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് കണക്കിലെടുത്താണ് സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം നേരിട്ട് കണ്ട് പരിശോധിക്കാൻ കോടതി തീരുമാനിച്ചത്. ജാനകി എന്ന പേര് ദൈവത്തിൻ്റേതാണെന്ന അവകാശവാദം ഉന്നയിച്ചാണ് സെൻസർ ബോർഡ് പ്രദർശനം വിലക്കിയതെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. മതജാതി വംശപരമായ വിദ്വേഷ പരാമർശങ്ങൾ പാടില്ലെന്ന് ഫിലിം സർട്ടിഫൈ ചെയ്യുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ടെന്നായിരുന്നു സെൻസർ ബോർഡിൻ്റെ വാദം. എന്നാൽ ജാനകി എന്ന പേര് എങ്ങനെയാണ് അവഹേളനമാകുന്നതെന്ന് കോടതി ചോദിച്ചിരുന്നു. എന്തുകൊണ്ട് ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതിന് കൃത്യമായ വിശദീകരണം നൽകാനും ജസ്റ്റിസ് എൻ നഗരേഷ് സെൻസർ ബോർഡിനോട് നിർദ്ദേശിച്ചിരുന്നു. ഹർജി ഈ മാസം 9-ന് കോടതി വീണ്ടും പരിഗണിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.